കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാം മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും ഈശംശികായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവരുളുന്ന വചനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വചനവിചിന്തനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 13 മുതൽ 24 വരെയുള്ള തിരുവചനമാണ്. ദൈവരാജ്യം സ്വീകരിക്കുന്ന ഹൃദയം. ഒരു ദിവസം ഒരു ചെറിയ കുട്ടി പള്ളിയുടെ വാതിൽക്കൽ ഇരുന്ന് കരയുകയായിരുന്നു. അച്ഛൻ അവന്റെ അടുത്തെത്തി ചോദിച്ചു, മോനെ എന്തിനാണ് കരയുന്നത്? കുട്ടി പറഞ്ഞു, അച്ഛാ, എനിക്ക് ദൈവത്തോട് സംസാരിക്കണം, പക്ഷെ ഞാൻ ചെറിയ കുട്ടിയല്ലേ, ദൈവം എന്റെ വാക്കുകൾ കേൾക്കും. അച്ഛൻ അവനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, മോനെ, നീ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം ഏറ്റവും ശ്രദ്ധയോടെ കേൾക്കും, കാരണം നിന്റെ ഹൃദയത്തിൽ കപടതയില്ല. കുട്ടി കണ്ണുകൾ തുറന്ന് കൈകൾ കൂപ്പി പറഞ്ഞു, ഈശോയെ, എനിക്കൊന്നും വേണ്ട, നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായാൽ മതി. ആ വാക്കുകൾ കേട്ട അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞു. നമ്മൾ വലിയവരായപ്പോൾ ദൈവത്തോട് പറയുന്നത് പലപ്പോഴും എനിക്ക് ഇത് വേണം അത് വേണം എന്നാണ്. എന്നാൽ ആ കുഞ്ഞു പറഞ്ഞത്, ഈശോയെ, നീ മാത്രം മതി. അതായിരുന്നു യേശു പഠിപ്പിച്ച ശിശുഹൃദയം. ദൈവവചനം സന്ദേശം. ഈശോ നമ്മോട് ചോദിക്കുന്നത് നമ്മുടെ പ്രായമോ സമ്പത്തോ അറിവോ അല്ല, നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയാണ്. കുട്ടിയുടെ ഹൃദയത്തിൽ 3 പ്രത്യേകതയുണ്ട്. 1, ആശ്രയം. കുട്ടി മാതാപിതാക്കളെ പൂർണ്ണമായി ആശ്രയിക്കുന്നു, അതുപോലെ നാം ദൈവത്തിൽ ആശ്രയിക്കണം. 2, ലാളിത്യം. കുട്ടിക്ക് കപടത കുറവാണ്. ദൈവത്തിന് മുമ്പിൽ നാം അഭിനയിക്കേണ്ടതില്ല. നമ്മുടെ കണ്ണുനീരും പരാജയങ്ങളും വേദനകളും തുറന്നു പറയാം. 3, വിട്ടുകൊടുക്കുവാനുള്ള മനസ്സമ്പന്നമായ യുവാവിന് ഈശോയെ പിന്തുടരുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവന്റെ സമ്പത്ത് അവന്റെ ഹൃദയത്തെ പിടിച്ചു നിർത്തി. സമ്പത്തുണ്ടായിരുന്നത് പ്രശ്നമല്ല, സമ്പത്ത് അവന്റെ ഹൃദയത്തിന്റെ ദൈവമായി മാറിയതാണ്. നമ്മുടെ ജീവിതത്തിലും പല കാര്യങ്ങളും ഈശോയ്ക്ക് മുമ്പിൽ തടസ്സമായി നിൽക്കാം. പണം, അധികാരം, അഭിമാനം, ബന്ധങ്ങൾ, സ്വാർത്ഥത, ക്ഷമിക്കാത്ത മനസ്സ്. ജീവിത സന്ദേശം. എന്റെ ജീവിതത്തിൽ ഈശോയേക്കാൾ വലിയ സ്ഥാനം മറ്റെന്തെങ്കിലും സ്വന്തമാക്കിയിട്ടുണ്ടോ? നമ്മുടെ വീട് മനോഹരമായിരിക്കാം, ബാങ്കിൽ പണമുണ്ടാക്കാം, നല്ല ജോലി ഉണ്ടായിരിക്കാം, സമൂഹത്തിൽ സ്ഥാനമുണ്ടാക്കാം. പക്ഷേ ഹൃദയത്തിൽ ഈശോയ്ക്ക് സ്ഥാനമില്ലെങ്കിൽ അതെല്ലാം അപൂർണമാണ്. ഇന്ന് നമുക്കൊരു ചെറിയ തീരുമാനമെടുക്കാം. ഈശോയെ, എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടവൻ നീ ആയിരിക്കട്ടെ. നിന്നേക്കാൾ വലുതായി ഒന്നിനെയും ഞാൻ സ്നേഹിക്കാതിരിക്കട്ടെ. കുഞ്ഞിനെ പോലെ വിശ്വസിക്കാം, കുഞ്ഞിനെ പോലെ പ്രാർത്ഥിക്കാം, കുഞ്ഞിനെ പോലെ ക്ഷമിക്കാം, കുഞ്ഞിനെ പോലെ ഈശോയുടെ കൈപിടിച്ച് നടക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, കുഞ്ഞിന്റെ ലാളിത്യവും വിശ്വാസവും എനിക്ക് തരണമേ. എന്റെ ഹൃദയത്തെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ സ്വാർത്ഥതകളിൽ നിന്നും മോചിപ്പിക്കണമേ. പണത്തെക്കാളും സ്ഥാനത്തെക്കാളും പ്രശസ്തിയെക്കാളും നിന്നെ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. എന്റെ ജീവിതത്തിൽ 1-ാം സ്ഥാനം നിനക്ക് നൽകുവാൻ കൃപ തരണമേ. ഈശോയെ, നീ മാത്രം മതി എന്ന് ഹൃദയപൂർവ്വം പറയുവാൻ കഴിയുന്ന ഒരു ഹൃദയം എനിക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സുഖവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.